എവിടെയാ ഇപ്പം മോളുടെ? ഓക്കെയോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ മലയാളികൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. കാരണം അവർ എപ്പോഴും മലയാളികൾക്ക് പൊതുവെ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മലയാളിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വണ്ടി എതിരെ വരികയെന്ന് വെച്ചോ, ഇപ്പോൾ ഏത് ഈ ബസ്സാണെങ്കിലും കാറാണെങ്കിലും ഇപ്പം ഒരു വണ്ടി ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നു, ഈ റൈറ്റ് സൈഡ് ലൈൻ ക്ലിയർ ആയതിനു ശേഷമാണ് നമ്മൾ റൈറ്റിലേക്ക് കയറാമുള്ളൂ. ഇപ്പം നമ്മുടെ ഇത് ഫ്രണ്ടിൽ കൂടെ ഒരാൾ നടന്നു പോകാമെന്ന് വെച്ചോ, ഉടനെ അല്ലെങ്കിൽ ഒരു വേറെ ഒരു വണ്ടി, ഒരു ടൂ വീലറോ ഒരു കാറും കൊണ്ട് പോകണ വരുത്താൻ പെട്ടെന്ന് ഒരു ടൂ വീലറോ ഒരു കാറ് കൊണ്ട് പോകണ ഒരുത്തന്നെ ഒരു ടൂ വീലറോ പിന്നെ ഫ്രണ്ടിലോ ടൂ വീലർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ചുമ്മാ അപ്പുറത്തെ ലൈനിലേക്ക് കയറും. അപ്പുറത്തെ ലൈനിൽ വണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് അവൻ ഒരിക്കലും നോക്കണില്ല. അങ്ങനത്തെ ഒരു ഹാബിറ്റ് ലോകത്തിൽ കേരളത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഒരു സ്ഥലത്ത് ഞാൻ അധികം രാജ്യങ്ങളിൽ പോയിട്ടില്ല, പക്ഷേ വേറെ ഒരു രാജ്യങ്ങളിൽ പുറത്തുള്ള ഒരു രാജ്യത്തും അങ്ങനെ കയറാറില്ല. ലെഫ്റ്റ് ലൈനിൽ അല്ല റൈറ്റ് ലൈനിലേക്ക് നമ്മൾ കയറണം. അവിടെ വിദേശത്തൊക്കെ ലെഫ്റ്റ് ലൈനിലേക്ക് കയറണം, ഇവിടെ റൈറ്റ് ലൈനിൽ. ഇപ്പോൾ റൈറ്റ് ലൈനിലേക്ക് കയറുമ്പോൾ
നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് റൈറ്റ് ലൈനിലേക്ക് കയറുമ്പോൾ ആ റൈറ്റ് ലൈനിൽ ട്രാഫിക് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ കയറാറുള്ളൂ. ഇത് ആ നോക്കാതെ ഓപ്പോസിറ്റ് വരുന്ന ട്രാഫിക്കിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുക, ചുമ്മാ കുത്തിക്കയറ്റും അങ്ങോട്ട്. ഓപ്പോസിറ്റുള്ള ആളുടെ അടുത്തേക്ക് ചുമ്മാ കുത്തിക്കയറ്റും. അവൻ വേണമെങ്കിൽ നിർത്തട്ടെ, അല്ലെങ്കിൽ അവൻ സൈഡിലേക്ക് റോട്ടിൽ നിന്ന് താഴോട്ട് ഇറക്കി പോയി എനിക്ക് വഴി എന്നുള്ള രീതിയിലാണ് മലയാളികൾ വണ്ടി ഓടിക്കണേ. ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്രൈവിങ് ഞാൻ ലോകത്ത് വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ റൈറ്റ് ലൈനിലേക്ക് കയറാൻ നേരത്ത് ഫ്രണ്ടിൽ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ഓട്ടി വണ്ടി നിർത്തുകയുണ്ടേ, അല്ലെങ്കിൽ സ്ലോ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ക്ലിയർ ആയതിനു ശേഷമാണ് റൈറ്റിലേക്ക് കയറുന്നത്. അങ്ങനെ ഒരിക്കലും ഒരുത്തിനും നോട്ട് ചെയ്യാറില്ല. ഇവരൊന്നും ഡ്രൈവിംഗ് ടെസ്റ്റും ഇത് പഠിച്ചല്ലേ പോകുന്നത്. വണ്ടി ഒന്നാമത്തെ വെച്ചാൽ ഇന്ത്യയിൽ പലരും ഈ ഡ്രൈവിംഗ് സ്കൂൾ വഴിയല്ല, ഡ്രൈവിംഗ് സ്കൂൾ വഴി പോയ ഒരുത്തിനും അങ്ങനെ ചെയ്യില്ല. കാരണം അവിടെ ക്ലിയറായിട്ട് ഒരു ഇൻസ്ട്രക്ടർ കൂടെ ഇരുന്ന് 10-30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം കൂടെ ഇരുന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കാൻ. എന്നിട്ട് ഈ മിക്ക ആളുകളും പലരും എന്ന് വെച്ചാൽ അവൻ്റെ അമ്മാവൻ്റെ വണ്ടിയിലോ ചേട്ടൻ്റെ വണ്ടിയിലോ അനിയൻ്റെ വണ്ടിയിലോ കൊച്ചപ്പൻ്റെ വണ്ടിയിലോ വണ്ടി ഓടിച്ച് പഠിച്ചവരാണ് ഈ രീതിയിൽ. അവർക്ക് കാര്യമായ ഒരു ട്രാഫിക് അവയർനെസ്സും ഇല്ലാതെയാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. സ്വന്തമായ രീതിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന, സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്യാവുന്ന സംവിധാനത്തിന് അനുവദിക്കാൻ പാടില്ല. ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ വഴി മാത്രമേ പഠിച്ചവർക്ക് മാത്രമേ, ആ ഡ്രൈവിംഗ് സ്കൂൾ വഴി ഒരു 30 ക്ലാസ് അല്ലെങ്കിൽ 60 ക്ലാസ് അറ്റൻഡ് ചെയ്ത് വന്നവർ മാത്രമേ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊടുക്കാൻ പാടുള്ളൂ. ഈ സ്വന്തമായിട്ട് പഠിച്ചു വന്നവർക്ക് ചുമ്മാ ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുത്താണ് ഇത്രയും വഷളാക്കിയത് ഇന്ത്യയിൽ. കാരണം സ്വന്തമായിട്ട് പഠിക്കണവർ അവർ ആരും പറഞ്ഞു കൊടുക്കാനില്ല. ഒരു ദിവസം കൊച്ചപ്പൻ അല്ലെങ്കിൽ ചേട്ടൻ കൂടെ വരും, പിന്നെ ഇവൻ തന്നെ റോഡിലേക്കണം. ഇവൻ എങ്ങനെ ഓടിക്കണം ആരും മോണിറ്റർ ചെയ്യണില്ല. മറ്റേന്ന് പറഞ്ഞാൽ 10-60 ദിവസം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് മോണിറ്റർ ചെയ്യുന്ന ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ കൃത്യമായിട്ട് ഇങ്ങനെ ഓടിക്കാൻ പാടില്ല, അങ്ങനെ ഓടിക്കാൻ പാടില്ല എന്നൊരു 1000 തവണ ഇവനോട് പറഞ്ഞ് ഓരോന്ന് മനസ്സിലായിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോട്ടിൽ ഓടിക്കണതിൽ ഒരു 50% ആളുകൾ സ്വന്തമായിട്ട് പഠിച്ചവരാണ്. 50% ഡ്രൈവിംഗ് സ്കൂളിൽ പോയവരുണ്ടാവുള്ളൂ. സ്വന്തമായിട്ട് നമ്മൾ സ്വന്തം വീട്ടിൽ വണ്ടി കാണും, അപ്പനായിരിക്കും അല്ലെങ്കിൽ ചേട്ടന്മാരായിരിക്കും, അനിയന്മാരായിരിക്കും. അവർ ഒരു ദിവസം പോയിട്ട് ഇനി നീ എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറയും. 60 ദിവസം വിട്ട് ആർക്കെങ്കിലും പറ്റുമോ വേറൊരാളുടെ കൂടെ പോയി ഇരിക്കാനായിട്ട്? ഡ്രൈവിംഗ് സ്കൂളുകാർ ചെയ്യണ 1 മണിക്കൂർ വെച്ച് 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം വേറെ ഒരുത്തിൻ്റെ കൂടെ പോയി ഇരിക്കാൻ പറ്റുമോ? ഞാൻ 60 ദിവസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. കാരണം നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ളൊരു കേപ്പബിലിറ്റി വേണമെന്ന് പറഞ്ഞു സ്വന്തമായിട്ട്. 60 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടെസ്റ്റ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഇവിടെ മൂവാറ്റുപുഴ ഡാംസിൽ ജയിച്ചപ്പോൾ അപ്പം അതിനുള്ള പൈസയാണ് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. ഈ ചിലർ പെട്ടെന്ന് പഠിച്ച് ചിലപ്പോൾ ശരിയാവും, അത് വേണ്ടാന്ന് പറഞ്ഞു, പെട്ടെന്ന് പഠിക്കണം വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും ക്ലാസ്, അതിന് പൈസ കൂടുതലായാലും കുഴപ്പമില്ല, അത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്ത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. മോളുടെ ഇതിന് ഞാൻ അത്രയും ക്ലാസ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞു. മോളെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ നേരത്ത് പൈസ കൂടുതലായി, പക്ഷേ അത് സാരമില്ല. കാരണം അവർ കേപ്പബിളായിട്ട് അത് ഓടിക്കണം. എത്ര ക്ലാസ് കഴിഞ്ഞ് അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ച് 60 ക്ലാസ്. എനിക്ക് പറഞ്ഞൊരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോമീറ്ററാണ് പോകണമെന്ന് പറഞ്ഞു അവർ. 2 ക്ലാസ് എന്ന് പറഞ്ഞാൽ 20 10 കിലോമീറ്ററാണ് ഒരു ക്ലാസ് പോകണത്. അപ്പോൾ 60 ക്ലാസ് എന്ന് പറഞ്ഞാൽ 600 കിലോമീറ്റർ. 600 കിലോമീറ്ററെങ്കിലും ഓടിക്കാതെ, ഒരു ഇൻസ്ട്രക്ടറോട് ഓടിക്കാതെ ഒരാൾ ടെസ്റ്റ് നോട്ട് എന്താ കാര്യം?